ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി അവസാനിച്ചതോടെ കേജ്രിവാൾ ഇന്ന് വൈകിട്ട് തിഹാർ ജയിലിലേക്ക് മടങ്ങും. 4 മണിക്ക് പാർട്ടി ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ കാണും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, എല്ലാ ഹർജികളും തള്ളിയെന്ന് കേജ്രിവാൾ തിരികെ ജയിലിലേക്ക്. വിശദാംശങ്ങൾ. അതിര പൊതുമേഖലയിലുണ്ടായിരുന്ന ഡൽഹിയിലെ മദ്യവിതരണം അത് സ്വകാര്യ മേഖലയ്ക്ക് നൽകിയതിൻ്റെ മറവിൽ കോടികൾ സമ്പാദിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തതും അറസ്റ്റ് ചെയ്തതും. തുടർന്ന് കഴിഞ്ഞ മെയ് 10 സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. ഉപാധികളോടെയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. അതും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. എന്നാൽ അതിനുശേഷം 7 ദിവസം കൂടി ഇടക്കാല ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി ഈ വിഷയം പരിഗണിക്കാൻ പോലും തയ്യാറായില്ല. മറിച്ച് റോസ് അവന്യൂ കോടതിയിൽ വിചാരണ കോടതിയെ സമീപിക്കാനായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കെജ്രിവാൾ റോസ് അവന്യൂ കോടതിയിൽ വിചാരണ കോടതിയിൽ ജാമ്യത്തിനായി അപേക്ഷ നൽകി. ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. വിധി പറയുവാൻ വേണ്ടി 5-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ സുപ്രീം കോടതി നേരത്തെ നിശ്ചയിച്ച തീയതി അനുസരിച്ച് 2-ാം തീയതി വൈകുന്നേരത്തിനകം കെജ്രിവാൾ തിരിച്ച് ഉള്ളിൽ കയറണമെന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും അന്ന് അദ്ദേഹം ആദ്യം ഘട്ടത്തിൽ 3 മണിക്ക് തിരിച്ച് തിഹാർ ജയിലിലേക്ക് പോകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് പദ്ധതി മാറ്റി 4 മണിക്ക് പാർട്ടി ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തിയ ശേഷം മാത്രമേ അദ്ദേഹം തിഹാറിലേക്ക് മടങ്ങൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും പ്രചരണത്തിനായാണ് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ രംഗത്തിറക്കിയെങ്കിലും അതിലൊന്നും തന്നെ കഴമ്പുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോൾ പഞ്ചാബിലും അതേപോലെ തന്നെ ഡൽഹിയിലും അടക്കം ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് പ്രയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വാഭാവികമായും കെജ്രിവാളിൻ്റെ മടക്കം അത് അസ്വസ്ഥരായി തന്നെയാണ്. കാരണം വന്നതിൻ്റെ ഉദ്ദേശലക്ഷ്യം പൂർത്തീകരിക്കാതെയാണ് അദ്ദേഹം വീണ്ടും തിഹാർ ജയിലിലേക്ക് മടങ്ങാനൊരുങ്ങുന്നത്. ശരി, ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി അവസാനിച്ചതോടെയാണ് കേജ്രിവാൾ ഇന്ന് വൈകിട്ട് തിഹാർ ജയിലിലേക്ക് മടങ്ങുക. 4 മണിക്ക് പാർട്ടി ആസ്ഥാനത്തെത്തി പ്രവർത്തകരെ കാണും. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ.